അയിരൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 76ാമത് വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും സർവീസിൽ നിന്നും വിരമിക്കുന്ന ഗ്രീറ്റ ജോർജ്, PV ബൈജു എന്നിവർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും നടന്നു. സ്കൂൾ മാനേജർ റവറന്റ് ഡോക്ടർ ജോയ്സ് കൈതക്കോട്ടിൽ പതാക ഉയർത്തി സംസാരിച്ചു. പ്രത്യേകമായിട്ട് വളരെ വർഷത്തെ സേവനത്തിന് ശേഷം, അത് സുഖകരമായ സേവനത്തിന് ശേഷം തിരികെ പോകുന്ന നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളിലേക്കും നിങ്ങൾ പ്രത്യേകമായിട്ട് മേക്കപ്പ് ചെയ്തിട്ടില്ലെങ്കിലും വളരെ യങ്ങായിട്ടാണ് രണ്ടുപേരും തോന്നുന്നത്. മറ്റുള്ളവർക്ക് എപ്പോഴും മേക്കപ്പൊക്കെ ചെയ്ത് പ്രായം കുറയ്ക്കാൻ ശ്രമിച്ചെങ്കിലും വൈകിട്ട് യാതൊരു വിധത്തിലുള്ള എക്സ്ട്രാ കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇത്ര ചെറുപ്പമായിട്ടിരിക്കുമ്പോഴും നിങ്ങൾ വിട്ടുപോയി വരുന്നത് ഞങ്ങൾക്ക് വിഷമമുണ്ട്. കാരണം എന്തുകൊണ്ടാണ് സർക്കാർ ഇത്ര നേരത്തെ റിപ്പയർ ചെയ്യാൻ ആവശ്യപ്പെടുന്നത്? ഒരു 60 വയസ്സിലേക്ക് പോകാം, പക്ഷേ അതായിട്ടില്ല. എങ്കിലും നിങ്ങളുടെ സർക്കാർ നിയമമനുസരിച്ച് നിങ്ങൾ പോവുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈശ്വരനെ ചെയ്ത സേവനത്തിന് ഈശ്വരന്റെ ലോക്കൽ മാനേജർ എന്ന രീതിയിൽ ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ളവരുടെ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുകയാണ്. മുൻ മാനേജർ ഫാദർ പോൾ അത്തപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയത്തിൻ്റെ സൗകര്യങ്ങൾ വളർത്തുക എന്നതല്ല മാനദണ്ഡം. ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് പാഠ്യ വിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും മികവ് പുലർത്താൻ പറ്റുന്ന പരിശീലനം കൊടുക്കുകയും നല്ല ഫലങ്ങൾ ഈ വിദ്യാലയത്തിൽ നിന്ന് പുറപ്പെടുവിക്കാൻ സാധിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ വിദ്യാലയം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയെന്ന് പറയാൻ നമുക്ക് സാധിക്കുക. എറണാകുളം അങ്കമാലി കോർപ്പറേറ്റ് മാനേജർ ഫാദർ തോമസ് നങ്ങേലിമാലിൽ അധ്യക്ഷനായി. വിവിധങ്ങളായിട്ടുള്ള നേട്ടങ്ങളെ കുറിച്ച് നമ്മുടെ റിപ്പോർട്ടിൽ നമ്മൾ കണ്ടു. ആ റിപ്പോർട്ട് തീർച്ചയായിട്ടും നമ്മുടെ വളർച്ചയുടെ അടയാളപ്പെടുത്തലാണ്. ഒരുപക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി എനിക്ക് കൂടുതൽ ഒരുപക്ഷെ ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മുടെ സ്കൂളിൻ്റെ ഒരു നന്മ എന്നുള്ള രീതിയിൽ നമ്മുടെ ഇവിടെ വരുന്ന അധ്യാപകർ, പ്രത്യേകിച്ച് ഈ അടുത്ത വർഷങ്ങളിലൊക്കെ ഇവിടെ വന്നിട്ടുള്ളവരും ഇവിടെ നിന്ന് ട്രാൻസ്ഫറായി പോകുന്നവരൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഒരു കുടുംബാന്തരീക്ഷത്തിൽ എല്ലാവരും പരസ്പരം മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷമുണ്ട്. പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV പ്രതീഷ് ഫോട്ടോ അനാച്ഛാദനം ചെയ്ത് സംസാരിച്ചു. ഒരു പുണ്യഭൂമിയാണ് നമ്മുടെ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ സിലബസിനും കരിക്കുലത്തിനും ഒക്കെ അപ്പുറത്ത് കുറേയേറെ കാര്യങ്ങൾ ചെയ്യാനാകുന്നു എന്നതാണ്. കലാകായിക മേഖലകളിലും മറ്റു രംഗങ്ങളിലെല്ലാം തങ്ങളുടേതായ മുദ്ര പതിപ്പിക്കാൻ നമ്മുടെ സ്കൂളിന് ആകുന്നുണ്ട് എന്നത് വലിയ കാര്യമാണ്.
കുത്തിയതോട് സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ ജോസഫ് പ്ലാക്കൽ. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, കുട്ടികളുടെ മനസ്സിലേക്ക് നല്ല സ്വപ്നങ്ങളെ വെച്ചു കൊടുക്കുന്ന കാലഘട്ടമാണ് വിദ്യാഭ്യാസ കാലഘട്ടം. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി ജോർജ് ആഘോഷങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ആദ്യം തന്നെ നേരുകയാണ്. ബ്ലോക്ക് വികസന കമ്മിറ്റി ചെയർമാൻ CM വർഗീസ് അവരെ മാലിന്യങ്ങൾ എവിടെയാണോ ഇടേണ്ടത് അവിടെ തന്നെ കൊണ്ടുപോയി ഇടുന്നതിന് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കുഞ്ഞുമക്കൾ വീടുകളിൽ വരുമ്പോൾ ഒരു മിഠായി തിന്നാൽ ആ മിഠായിയുടെ തൊണ്ട് കൊണ്ടുവന്ന് പുറത്തിടാതെ വലിച്ചെറിയാതെ അതിന് ഡസ്റ്റ്ബിന്നിലേക്ക് കൊണ്ടുപോയി ഇടുന്ന ആ ഒരു പ്രവണത പഠിച്ചു വരുന്ന ഈ കാലഘട്ടം. കുന്നുകര പഞ്ചായത്ത് വികസന കമ്മിറ്റി ചെയർപേഴ്സൺ സിജി വർഗീസ്. സയൻസ് രംഗത്ത് വളരെ മുന്നിലാണ്. പക്ഷെ ടീച്ചറെ പറ്റി പറയുമ്പോൾ സയൻസ് രംഗത്ത് മാത്രമല്ല, ഈ നാടിന്റെ ഓരോ ചലനങ്ങളിലും ഈ സ്കൂളിന്റെ ഓരോ ചലനങ്ങളിലും ടീച്ചറെ മുന്നിൽ തന്നെയാണ്. വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർപേഴ്സൺ കവിത ബാബു. എന്തൊക്കെ അനുഭവിച്ചത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളാണ് നമ്മുടെ ഒരു വാർഷിക ആഘോഷം. വാർഡ് മെമ്പർ മിനി പോളി, KK ജോർജ്, ജോസ് മാത്യു, CM ഷാജു, VP ജോണി, പ്രിൻസിപ്പൽ TJ സിജോ, മാസ്റ്റർ ആൻഡോ മാർട്ടിൻ, കുമാരി ജോന്ന വിൻസെന്റ് എന്നിവർ സംസാരിച്ചു. ഹെഡ് മാസ്റ്റർ ജോജോ തോമസ് സ്വാഗതം ആശംസിച്ചു. കഴിഞ്ഞ വർഷം നമ്മൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ചിരുന്നു, 75 വർഷത്തെ. ആ 75ാം വർഷം നമുക്ക് അഭിമാനപൂർണമായിട്ടുള്ള വിജയം നേടാൻ സാധിച്ചു എന്നുള്ളത് അഭിമാനകരമാണ്. നമ്മുടെ സ്കൂളിന് കുന്നുകര ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ ഏക സ്കൂളാണ്, 100% നേടിയ ഏക സ്കൂളാണ് നമ്മുടേത്. ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവരുടെ നേതൃത്വത്തിൽ നമ്മുടെ സ്കൂളിന് ആ പ്രശംസ, ആ ട്രോഫി ഇന്നാണ് ലഭിച്ചത്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് എറണാകുളം അങ്കമാലി കോർപ്പറേറ്റ് മാനേജ്മെന്റ് 30% ഫുൾ A+ നേടുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 30,000 രൂപയുടെ ക്യാഷ് പ്രൈസ് 13 സ്കൂളുകളിൽ, നമ്മുടെ അതിരൂപതയിലെ 13 സ്കൂളുകളിൽ 2 സ്കൂളുകൾക്ക് മാത്രമാണ് നേടാൻ സാധിച്ചത്. അതിൽ ഒരു സ്കൂൾ നമ്മളാണ്. സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്ക് മെമന്റോകൾ നൽകി ആദരിച്ചു. സമ്മാനദാനം, കലാപരിപാടികൾ എന്നിവയും നടന്നു. CJ ജോയ്, സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.